കഥയെ ആരംഭിക്കുന്നത് മേസൺ ഫാമിലിയിലെ 2 സഹോദരങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവരൊന്ന് വേട്ടയ്ക്കായി പോയിരിക്കുകയായിരുന്നു. മാനിനെ വേട്ടയാടുന്ന നേരം 2 സഹോദരങ്ങളും സന്തോഷവാന്മാരായി കാണപ്പെട്ടു. ജോ എന്നായിരുന്നു മൂത്തയാളുടെ പേര്. ഏറ്റവും ഇളയയാൾ ഡാനിയാണ്. ഇവർക്ക് നടുവിൽ ഒരു സഹോദരൻ കൂടിയുണ്ട്. റോ എന്നാണ് അവന്റെ പേര്. അവൻ വേട്ടയ്ക്കായി വന്നിരുന്നില്ല. വേട്ടയാടിയ മാനിനെയും എടുത്ത് വണ്ടിയിൽ പോവാൻ തുടങ്ങുമ്പോ റോയെപ്പറ്റി ഡാനി ജോയോട് ചോദിച്ചു. ജോയ്ക്ക് റോയുടെ പേര് കേട്ടതും ദേഷ്യം വന്നു. റോയ് മുമ്പ് പട്ടാളത്തിലായിരുന്നു. അത് വിട്ട് അവൻ MMA ഫൈറ്ററായി. ഇപ്പൊ ഒരു മാഫിയ ബോസിന് വേണ്ടി MMA ഫൈറ്ററായി ജോലി നോക്കുകയാണ്. കഥ അവിടെ നിന്നും റോയിലേക്ക് തിരിയുന്നു. അന്ന് രാത്രിയിൽ സമ്പന്നരായ ഗസ്റ്റുകൾക്ക് മുമ്പിൽ ഫൈറ്റിനു വേണ്ടി റോയ് ഇറങ്ങുകയായിരുന്നു. മാച്ച് തുടങ്ങുന്നതിനു മുമ്പ് വശത്ത് നിന്ന് കാഴ്ചകൾ കണ്ടിരുന്ന തന്റെ സ്നേഹിതയെ റോയ് ചെന്ന് ചുംബിച്ചു. വൈകാതെ ഫൈറ്റ് ആരംഭിച്ചു. ആദ്യഘട്ടങ്ങളിലൊക്കെ റോയ് തന്നെയായിരുന്നു മുന്നിട്ട് നിന്നത്. എതിരാളിയെ ഇടിച്ചിട്ട ശേഷം കോൺഫിഡന്റ് ആയി റോയ് തന്റെ ഗേൾഫ്രണ്ടിനെ ചുംബിക്കാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു വീണുകിടന്ന എതിരാളി സടകുടൻ എഴുന്നേറ്റത്. ശക്തമായി അയാൾ റോയ്ക്കെതിരെ തിരിച്ചടിച്ചു. ആ മർദ്ദനത്തിൽ റോയ് താഴെ വീണു. എതിരാളി റോയെ ക്രൂരമായി മർദ്ദിച്ച് വിജയിക്കുകയും ചെയ്തു. അന്നത്തെ ഫൈറ്റ് കഴിഞ്ഞപ്പോ റോയുടെ ബോസായ ജൂലിയന് വലിയ ദേഷ്യം തന്നെ വന്നിരുന്നു. ജൂലിയൻ റോയ്ക്കുമേൽ വലിയ ബെറ്റ് കിട്ടിയിരുന്നതാണ്. അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഗേൾഫ്രണ്ടിലേക്ക് റോയുടെ ശ്രദ്ധ തിരിഞ്ഞതാണ് തോൽവിക്ക് കാരണം എന്ന് ജൂലിയൻ ആരോപിച്ചു. തൊട്ടു പിന്നാലെ ജൂലിയന്റെ ആളുകൾ റോയുടെ ഗേൾഫ്രണ്ടിനെ പിടിച്ചോണ്ട് വന്നു. റോയ് നോക്കി നിൽക്കെ റോയുടെ മുമ്പിൽ വെച്ച് അവന്റെ ഗേൾഫ്രണ്ടിനെ ജൂലിയൻ കൊന്നുതള്ളി. റോയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അന്നത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടതോടെ റോയ്ക്ക് ജൂലിയൻ ബെറ്റ് വെച്ച പണം തിരികെ കൊടുക്കണം എന്ന അവസ്ഥ വന്നു. പിന്നാലെ റോയെ ജൂലിയൻ തന്റെ ഒരു ബേസിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഒരു കാര്യം പറഞ്ഞു. കുറച്ചധികം ഡയമണ്ട് കടത്താനുണ്ട്. $50 മില്യൺ വില വരുന്ന ഡയമണ്ട്. റോയ് അത് ജൂലിയന് വേണ്ടി ചെയ്തു കൊടുക്കണം. അതെന്താ നിങ്ങളുടെ ആളുകളൊക്കെ ഉണ്ടായിട്ടും എന്നെ ഈ പണി ഏൽപ്പിക്കുന്നത്? റോയ് ജൂലിയനോട് ചോദിച്ചു. ജൂലിയൻ പറഞ്ഞു, നീ എനിക്ക് പണം തരാനുണ്ട്. മാത്രമല്ല നീ നല്ലൊരു ഫൈറ്ററും നല്ലൊരു ഡ്രൈവറും കൂടിയാണ്. ഈ ജോലി ചെയ്യാൻ നിനക്ക് പറ്റും. $1 മില്യൺ ഇതിന് നിനക്ക് പ്രതിഫലമായി ഞാൻ തരും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിന്റെ മൂത്ത ചേട്ടനുണ്ടല്ലോ ജോ, നിനക്കത്രയും സ്ട്രോങ്ങർ ആയ ഒരു ബ്രദർ ഉള്ളപ്പോ അതൊരു സപ്പോർട്ടായിരിക്കുമല്ലോ. ഇനി നീ എന്നെ ചതിക്കുവാണെന്ന് വെക്ക്. നീ ഒറ്റാൻ തടിയാ. പക്ഷേ നിന്റെ സഹോദരന്റെ ഭാര്യയെയും മക്കളെയും ഞാൻ അങ്ങ് തീർത്തു കളയും. റോയാകെ അങ്കലാപ്പിലായി. എന്തു ചെയ്യണമെന്നൊരു പിടിയുമില്ല. ജോലിയെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കാതെ നിവൃത്തിയുമില്ല. മനസ്സില്ലാ മനസ്സോടെ ജോയ് അതിന് സമ്മതിച്ചു. എന്തായാലും മെഷീന് പോകുന്നതിന് മുമ്പ് ജോയ് ഒന്ന് കാണാൻ റോയ് തീരുമാനിച്ചിരുന്നു. റോയ് ജോയെ വിളിച്ചെങ്കിലും ജോ ഫോൺ എടുത്തില്ല. മാസങ്ങളായി അവർ സംസാരിക്കാറുണ്ടായിരുന്നില്ല. അവർ പിണക്കത്തിലായിരുന്നു. അടുത്ത ദിവസം ഡാനി തന്റെ ജോലിയിലാണ്. ഡാനി ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞു നിൽക്കുമ്പോ ഒരു കൂട്ടുകാരൻ വന്ന് വരാനിരിക്കുന്ന ഓഫ് ഡേയ്സിൽ നമുക്കൊരു ഗെയിമിന് പോയാലോ എന്ന തരത്തിൽ ചോദിച്ചു. പക്ഷേ തനിക്കതിന് സമയമില്ലെന്നും തന്റെ സഹോദരൻ ജോ തന്നെ ഫാമിൽ സഹായിക്കാൻ വിളിച്ചിട്ടുണ്ട് എന്നും അവൻ പറഞ്ഞു. അന്ന് ജോലിയൊക്കെ കഴിഞ്ഞപ്പോ ഡാനി നേരെ ജോയുടെ ഫാമിലേക്ക് എത്തി. കുടുംബത്തിന്റെ ഫാമാണ്. ജോയാണ് നോക്കി നടത്തുന്നത്. ഡാനിയും ജോയും കണ്ട് സംസാരിക്കുമ്പോ ജോ പറഞ്ഞു, ഇന്നലെ റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കോൾ എടുത്തില്ല. അത് കേട്ട് ഡാനിക്കൊരു വല്ലായ്മ തോന്നി. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ തമ്മിൽ വഴക്കാണെങ്കിലും റോയുടെ കോൾ എടുക്കേണ്ടതായിരുന്നു. അവനെന്തെങ്കിലും ഹെൽപ്പിന് വിളിച്ചതാണെങ്കിലോ ഡാനി പറഞ്ഞു. പിന്നാലെ തന്റെ യൂണിഫോം മാറ്റാൻ ഡാനി തന്റെ മുറിയിലേക്ക് പോയി. ഇതേ സമയം അങ്ങോട്ടേക്ക് ഒരു ട്രക്ക് വന്നെത്തിയിരുന്നു. ട്രക്ക് ഓടിച്ചെത്തിയതാകട്ടെ റോയ് ആയിരുന്നു. ഡയമണ്ട് എടുക്കാനുള്ള പുറപ്പാടിലായിരുന്നു അവൻ. വീട്ടിലേക്കെത്തിയ റോയെ ജോയുടെ ഭാര്യയും മകളും സ്നേഹത്തോടെ സ്വീകരിച്ചു. മാസങ്ങൾക്ക് ശേഷമാണല്ലോ റോയ് അങ്ങോട്ടേക്ക് തിരികെ വരുന്നത്. അതിന്റെ സ്നേഹം അവർക്കൊക്കെ ഉണ്ടായിരുന്നു. റോയ് വന്ന വിവരം ഡാനി ചെന്ന് ഫാമിലുണ്ടായിരുന്ന ജോയെ അറിയിച്ചു. പക്ഷെ ജോ വലിയ ദേഷ്യത്തിൽ തന്നെയായിരുന്നു. എന്തെങ്കിലും പ്രശ്നവുമായിട്ടായിരിക്കും അവൻ വന്നത് എന്ന മട്ടിൽ ജോ പറഞ്ഞു. മാത്രമല്ല മിലിറ്ററി വിട്ട് അവനങ്ങനെ ഒരു മാഫിയ ബോസിന്റെ MMA ഫൈറ്ററായതൊന്നും ജോയ്ക്ക് അംഗീകരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ടേക്ക് കടന്നു വന്നിരുന്ന റോയ് അവരുടെ ആ സംസാരം കേട്ടിരുന്നു. റോയും ജോയും തമ്മിൽ വീണ്ടും അവിടെ വെച്ച് വാക്കുതർക്കമുണ്ടായി. റോയ് ദേഷ്യപ്പെട്ട് പോവാൻ ആരംഭിച്ചു. റോയെ ആശ്വസിപ്പിക്കാൻ പിന്നാലെ ഡാനി ചെന്നു. ജോ ദേഷ്യത്തിൽ പറയുന്നതാണെന്നും അവൻ പറയുന്നതൊന്നും നീ മനസ്സിലേക്കെടുക്കണ്ട എന്നും ഡാനി പറഞ്ഞു. പിന്നാലെ റോയ് ഡാനിയെ തന്റെ ഒപ്പം സിറ്റി ഔട്ട്സ്കേർട്സിൽ നിന്നുള്ള ഡെലിവറി ജോലിക്കായി ക്ഷണിച്ചു. ഞാൻ ജോയെ വിളിക്കാനാ വന്നതെന്നും പക്ഷേ ജോ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ എങ്ങനെ അവനോട് ഇതൊക്കെ പറയുക എന്നും റോയ് കൂട്ടിച്ചേർത്തു. റോയ്ക്കൊപ്പം കുറച്ചു സമയം ചെലവിടാമല്ലോ, ബന്ധം വീണ്ടും റീകണക്ട് ചെയ്യാമല്ലോ എന്നൊക്കെ ചിന്തിച്ച ഡാനി അതിന് സമ്മതിച്ചു. റോയുടെ ഒപ്പം പോവാമെന്നേറ്റു.
അങ്ങനെ അധികം വൈകാതെ റോയ്ക്കൊപ്പം ഡാനി യാത്ര തുടങ്ങി. ട്രക്കുമായിട്ടാണ് യാത്ര. പോകുന്ന വഴിക്ക് ഡാനി റോയോട് പറഞ്ഞു, ജോക്കിപ്പോഴും നിന്നെ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ അതങ്ങനെ പ്രകടിപ്പിക്കാൻ അവന് പറ്റുന്നില്ലെന്നേയുള്ളൂ. പിന്നെ നമ്മൾ എന്ത് പിക്ക് ചെയ്യാനാ പോകുന്നേ? ഡാനി തിരക്കി. റോയ് പറഞ്ഞു, നമ്മൾ വെയർഹൌസിലേക്കാ പോകുന്നത്. അവിടെ നിന്ന് സാധനങ്ങൾ ലോഡ് ചെയ്യും. അത് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചാൽ മാത്രം മതി. അങ്ങനെ യാത്ര ചെയ്ത് അന്നത്തെ ദിവസം രാത്രിയായി. വണ്ടി ഒരിടത്തൊതുക്കി തന്റെ ഒരു സുഹൃത്തിന്റെ ഫൈറ്റിംഗ് അറീനയിലേക്ക് റോയ് ഡാനിയെയും കൂട്ടിക്കൊണ്ടുപോയി. അവിടുത്തെ പ്രധാന ഫൈറ്ററായ ബിഗ് ഡ്യൂക്ക് എന്ന വ്യക്തി എതിരാളികളായ നിരവധി പേരെ ഇടിച്ചിടുന്നുണ്ടായിരുന്നു. റോയ് മുമ്പൊരിക്കൽ ബിഗ് ഡ്യൂക്കിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളതാണ്. റോയ്ക്കെതിരെ വെല്ലുവിളി വന്നു. റോയ് ഒട്ടും മടിച്ചില്ല. തന്റെ ബനിയനൂരി നേരെ കളിക്കളത്തിലേക്ക് ഇറങ്ങി. പിന്നെ അവിടെ നടന്നത് ശക്തമായ ഒരു ഏറ്റുമുട്ടലായിരുന്നു. കരുത്തനായ റോയ് ബിഗ് ഡ്യൂക്കിനെ നിലം പറ്റിച്ചു. ഡാനി അത് കണ്ട് ഒരുപാട് സന്തോഷിച്ചിരുന്നു. അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം പുലർച്ചെ റോയും ഡാനിയും വീണ്ടും യാത്രയാരംഭിച്ചു. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ അവർ വെയർഹൌസിലെത്തി. ഡാനി ട്രക്കിൽ തന്നെ ഇരുന്നു. റോയ് ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ആളോട് കാര്യങ്ങൾ സംസാരിച്ചു. പോളി എന്നായിരുന്നു അയാളുടെ പേര്. ജൂലിയാന്റെ വിശ്വസ്ത സേവകനാണ്. ഒരു ബോട്ടിലിനുള്ളിലായിരുന്നു ഡയമണ്ടുകൾ ഒളിപ്പിക്കപ്പെട്ടിരുന്നത്. പോളി അത് അവന് കാണിച്ചു കൊടുത്തു. പോലീസിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്ന് പോളി വിശദീകരിച്ചു. വൈകാതെ കണ്ടെയ്നർ പാക്കേജ് മുഴുവൻ ലോഡ് ചെയ്തു. പോകുന്നതിന് മുമ്പ് റോയുടെ അടുക്കൽ പോളി പറഞ്ഞു, സൂക്ഷിക്കണം, സമയത്ത് സാധനം ഡെലിവറി ചെയ്യണം. എങ്ങാനും നീ പരാജയപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് നിനക്കറിയാമല്ലോ. ജൂലിയാൻ നിന്റെ സഹോദരന്റെ ഭാര്യയെയും മകളെയും കൊല്ലും. റോയ് മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ ട്രക്കിൽ കയറി അവിടെ നിന്ന് ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി തന്റെ യാത്രയാരംഭിച്ചു. നീണ്ട യാത്ര തുടർന്ന് കുറെ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോ ട്രക്കിലെ ഇന്ധനം തീരാറായിട്ടുണ്ടായിരുന്നു. അടുത്തുള്ളൊരു ഫ്യൂവൽ സ്റ്റേഷനിൽ അവർ ട്രക്ക് ഒതുക്കി അല്പം വിശ്രമിക്കാമെന്നും തീരുമാനിച്ചു. അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്കും കയറി. പക്ഷെ അവരങ്ങനെ അവിടെ തുടരുമ്പോഴാണ് പെട്ടെന്ന് 3 വാഹനം കടന്നു വന്നത്. മാസ്ക്ധാരികളായ ആയുധമേന്തിയ അക്രമകാരികൾ അതിനകത്തുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ മോഷ്ടാക്കളാണെന്ന് വ്യക്തം. അവിടെ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിനെയും സ്റ്റാഫിനെയും അവർ ആക്രമിച്ചു. ഷോപ്പ് ഓണർ വരെ വെടിവെച്ചു കൊന്നു. തൊട്ടു പിന്നാലെ ഡയമണ്ട് അടങ്ങിയ ട്രക്ക് മോഷ്ടിച്ച് അവർ മുമ്പോട്ട് പോവാനാരംഭിച്ചു. റോയും ഡാനിയും ആക്രമണത്തിൽ രക്ഷപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ട് വീണ സ്റ്റോർ കീപ്പറുടെ വണ്ടിയുടെ താക്കോലെടുത്തിയവർ ആ വണ്ടിയിൽ ട്രക്കിനെ പിന്തുടരാൻ ആരംഭിച്ചു. പോകുന്ന വഴിക്ക് ആ കാർഗോ എന്താണ് എന്ന് ഡാനി പലതവണ റോയോട് ചോദിച്ചെങ്കിലും റോയ് മറുപടി പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചു ദൂരം പിന്നിട്ടതും മോഷ്ടാക്കൾ തങ്ങളെ പിന്തുടരുന്ന വാഹനം കണ്ടു. അവർ ആ വാഹനത്തിന് നേരെ വെടിയുതിർക്കാൻ ആരംഭിച്ചു. റോയ്ക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. വാഹനം ഉപേക്ഷിക്കേണ്ട അവസ്ഥ അവർക്ക് വന്നു. പിന്നീട് അങ്ങോട്ടേക്ക് അവർ മുമ്പോട്ടേക്ക് നീങ്ങിയത് കാൽനടയായിട്ടായിരുന്നു. കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്ന കണ്ടതും ഡാനി വീണ്ടും റോയോട് ആ ചോദ്യം ചോദിച്ചു, എന്താണ് ആ കാർഗോയിലുള്ളതെന്ന്. ഇത്തവണ റോയ് സത്യം പറഞ്ഞു. $50 മില്യൺ വില വരുന്ന ഡയമണ്ട്സ് ആണ് താൻ കടത്തിക്കൊണ്ടിരുന്നത്. അന്ന് സന്ധ്യയോടെ ജൂലിയൻ വിവരമറിഞ്ഞു. ഡെലിവറി പോയിന്റിൽ സാധനം എത്തിയിട്ടില്ല, ഡയമണ്ട് മോഷ്ടിക്കപ്പെട്ടു എന്ന് ജൂലിയൻ ഉറപ്പിച്ചു. ഇതേ സമയം റോയും ഡാനിയും ഒറ്റപ്പെട്ട ഒരിടത്ത്, മൊബൈൽ സിഗ്നൽ പോലും ലഭിക്കാത്ത ഒരിടത്ത് രാത്രി തള്ളി നീക്കുകയായിരുന്നു. അടുത്ത ദിവസം ഡയമണ്ട് മോഷ്ടിച്ച മോഷ്ടാക്കൾ അതുമായി തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. അവിടെ അവരെയും കാത്ത് പോളി ഉണ്ടായിരുന്നു. ജൂലിയന്റെ വലങ്കൈയായ പോളി തന്നെ. പോളിയായിരുന്നു ആ മോഷണം അറേഞ്ച് ചെയ്തത്. ആ മോഷണം ജോയുടെ തലയിൽ കെട്ടിവെച്ച് പണം കൈക്കലാക്കാനായിരുന്നു പോളിയുടെ ശ്രമം. ഇതേ സമയം ജോ ആകട്ടെ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. വീട്ടിലേക്ക് കയറിയ ജോ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചു പോയി. വീട് മുഴുവൻ അലങ്കോലമാക്കിയിട്ടിരിക്കുന്നു. ഭാര്യയെയും മകളെയും കാണാനുമില്ല. ജോ വല്ലാതെ പാനിക്കാവാൻ തുടങ്ങി. മറുവശത്ത് ഡാനിയും റോയും ഫോൺ സിഗ്നൽ കിട്ടുവാൻ വേണ്ടി മുമ്പോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അവർക്കൊരിടത്തെത്തിയപ്പോൾ ഫോൺ സിഗ്നൽ കിട്ടി. സിഗ്നൽ കിട്ടിയതിന് പിന്നാലെ ജൂലിയന്റെ കോളും വന്നു. ഡയമണ്ടുമായി രക്ഷപ്പെടാൻ നോക്കണ്ട എന്നായിരുന്നു ജൂലിയൻ റോയോട് ആദ്യമേ പറഞ്ഞത്. റോയ് പറഞ്ഞു, ഞാനല്ലാതെ എടുത്തത്, മോഷ്ടാക്കൾ വന്ന് അത് മോഷ്ടിച്ചതാണ്. പക്ഷേ ജൂലിയന് അതൊന്നും പ്രശ്നമേ ആയിരുന്നില്ല. റോയ്ക്ക് അയാൾ 48 മണിക്കൂർ സമയം അനുവദിച്ചു. അതിനുള്ളിൽ ഡയമണ്ട് കണ്ടെത്തിക്കൊണ്ടുവരണം. ഇല്ലെങ്കിൽ താൻ തട്ടിക്കൊണ്ടുവന്ന ജോയുടെ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തും. ജൂലിയന്റെ ഭീഷണി റോയെ ഒന്ന് അമ്പരപ്പിലാക്കിയിരുന്നു. തൊട്ടു പിന്നാലെ ഡാനിയുടെ ഫോണിലേക്ക് ജോ വിളിച്ചു. ഭാര്യയും മകളും തട്ടിക്കൊണ്ടുപോകപ്പെട്ട കാര്യം പറഞ്ഞു. അപ്പോഴാണ് റോയ് കാര്യങ്ങൾ ജോയോട് വിശദീകരിക്കുന്നത്. ഒക്കെ കേട്ടതും ജോക്ക് വലിയ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവരിപ്പോൾ എവിടെയാണുള്ളത് ലൊക്കേഷൻ അയക്കാൻ ജോ ആവശ്യപ്പെട്ടു. സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ജോ നേരെ ഫാമിനകത്തേക്ക് ഓടി. അവിടുത്തെ സീക്രട്ട് റൂം തുറന്നു. അതിനകത്ത് നിരവധി ആയുധങ്ങളുണ്ടായിരുന്നു. ആ സമയമാണ് വ്യക്തമാകുന്നത് ജോ മുമ്പ്
മുമ്പ് ഒരു സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസർ ആയിരുന്നു. അന്നുണ്ടായിരുന്ന കുറെ ആയുധശേഖരം ഇപ്പോഴും ജോ സൂക്ഷിച്ചിട്ടുണ്ട്. ആവശ്യമായ ആയുധങ്ങളൊക്കെ എടുത്ത ശേഷം ജോ പുറപ്പെട്ടു. മറുവശത്ത് ഡാനി റോയ്ക്ക് മേൽ തട്ടിക്കയറുകയായിരുന്നു. റോയ് കാരണം കുടുംബം ഒട്ടുക്കും പ്രശ്നമായി എന്ന മട്ടിൽ ഡാനി ആരോപിച്ച് റോയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. കുറെ നേരം പിന്നിട്ടപ്പോ ഡാനി ഒന്ന് തണുത്തിരുന്നു. ഡാനി റോയ്ക്ക് അടുത്ത് ചെന്നു. വഴക്കുണ്ടാക്കിയതിന് ക്ഷമ ചോദിച്ചു. ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ജോയുടെ ഭാര്യയെയും മകളെയും രക്ഷപ്പെടുത്താൻ പറ്റൂ എന്ന് ഡാനിക്ക് അറിയാമായിരുന്നു. നീണ്ട ഡ്രൈവിനൊടുവിൽ രാത്രിയോടെ മീറ്റിംഗ് പോയിന്റിലേക്ക് ജോ എത്തിച്ചേർന്നു. റോയെ കണ്ടതും ജോയ്ക്ക് ദേഷ്യം മിരച്ചു കയറി വരുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അയാളത് കൺട്രോൾ ചെയ്ത് നിർത്തി. തന്റെ കുടുംബം എവിടെയാണ് എന്ന് ജോ അവനോട് ചോദിച്ചു. റോയ് പറഞ്ഞു, ചേച്ചിയെയും മകളെയും ജൂലിയൻ അയാളുടെ വസതിയിൽ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്താൻ ഉറപ്പിച്ച് സഹോദരങ്ങൾ നേരെ ജൂലിയന്റെ വസതി ലക്ഷ്യമാക്കി വെച്ചുപിടിച്ചു. നീണ്ട യാത്രയ്ക്കൊടുവിൽ അടുത്ത പുലർച്ചെയോടെ ജൂലിയന്റെ വസതിക്ക് മുമ്പിലേക്ക് 3 സഹോദരങ്ങളും എത്തിച്ചേർന്നു. കൃത്യമായ പ്ലാനിങ്ങോടെ അവർ അകത്തേക്ക് പ്രവേശിച്ചു. കാവൽ നിന്നിരുന്ന നിരവധി ഗാർഡുകളെ അവർ കീഴ്പ്പെടുത്തി. ജോ റോയോട് വീടിനകത്തേക്ക് കയറാൻ പറഞ്ഞു. ഡാനി മറുവശത്ത് സ്നൈപ്പറുമായി നിന്ന് അവരെ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേസമയം ആ വീട്ടിലേക്ക് പോളി എത്തിച്ചേർന്നിരുന്നു. ഒരു മുന്നറിയിപ്പും കൂടാതെ ജൂലിയന്റെ മുറിയിലേക്ക് പോളി കടന്നു ചെന്നു. ജൂലിയൻ അപ്പോൾ ഒരു ലേഡിക്കൊപ്പമായിരുന്നു. ജൂലിയൻ അത് കണ്ടതും ദേഷ്യം വന്നു. പോളിയോട് പുറത്തു പോവാൻ ജൂലിയൻ ആവശ്യപ്പെട്ടു. പോളി അത് അവോയ്ഡ് ചെയ്തെന്നും മാത്രമല്ല, തോക്കെടുത്ത് ജൂലിയന്റെ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെ വെടിവെച്ചു കൊന്നു. ജൂലിയൻ ഒന്ന് വിറച്ചിരുന്നു. പിന്നാലെ തോക്ക് ചൂണ്ടി പോളി പറഞ്ഞു, ജൂലിയൻ മാഫിയ ഭരിക്കാൻ ഒട്ടും യോഗ്യനല്ല. ആ പൊസിഷൻ എനിക്ക് അർഹതപ്പെട്ടതാണ്. എന്റെ അങ്കിളായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. നിന്നെ വിശ്വസിച്ച് ഓപ്പറേഷൻസ് നടത്താൻ ഏൽപ്പിച്ചു. പക്ഷേ നീ ആ അധികാരം പവർ പോലെ പിന്നീട് പിടിച്ചെടുത്തു. ഇപ്പോൾ ഞാനത് പിടിച്ചെടുക്കാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് താനാണ് ആ ഡയമണ്ടുകൾ മോഷ്ടിച്ചത് എന്നും പോളി വ്യക്തമാക്കി. ഈ സമയം റോയും ജോയും വസതിക്കകത്തേക്കെത്തി അവിടുണ്ടായിരുന്ന ഗാർഡുകളെ കീഴ്പ്പെടുത്തുന്നുണ്ടായിരുന്നു. വെടിയൊച്ചയുടെ ശബ്ദം പോളിയുടെയും ജൂലിയന്റെയും ചെവിയിലും എത്തി. ആ അവസരം മുതലെടുത്ത് ജൂലിയൻ പോളിയെ കടന്നാക്രമിച്ചു. പിന്നാലെ അങ്ങോട്ടേക്ക് ജോയും കടന്നു ചെന്നിരുന്നു. അതോടെ ജോയും ജൂലിയാനും പരസ്പരം തോക്ക് ചൂണ്ടി നിൽക്കാൻ തുടങ്ങി. തൊട്ടുപുറകെ ജൂലിയൻ ജോയെ ഒരു ഏറ്റുമുട്ടലിന് ക്ഷണിച്ചു. തന്റെ ഏറ്റുമുട്ടൽ സ്കില്ലുകളിൽ ജൂലിയന് വലിയ വിശ്വാസമായിരുന്നു. അവർ തമ്മിൽ ശക്തമായൊരു പോരാട്ടം നടന്നു. പോരാട്ടത്തിനൊടുവിൽ ജോയെ പരിക്കേൽപ്പിച്ച് വീഴ്ത്തി ജൂലിയൻ രക്ഷപ്പെടാനൊരുങ്ങി. റോയ് പിന്നാലെ സഹോദരനെ രക്ഷിക്കാൻ അങ്ങോട്ടേക്ക് എത്തിയെങ്കിലും ജൂലിയൻ റോയെയും അടിച്ച് താഴെ വീഴ്ത്തി. താഴെ വീണ പോളിയപ്പോഴേക്കും അബോധാവസ്ഥയിൽ നിന്നുണർന്നിരുന്നു. നടക്കുന്ന ഏറ്റുമുട്ടൽ തനിക്കുള്ള അവസരമായി ഉപയോഗിച്ച പോളി ജോയെയും ജൂലിയാനെയും വെടിവെച്ചു വീഴ്ത്തി. തൊട്ടു പുറകെയായിരുന്നു ജൂലിയന്റെ മാഫിയ സംഘത്തിലെ ആളുകൾ എത്തിച്ചേർന്നത്. ജോയാണ് ജൂലിയാനെ വെടിവെച്ചു കൊന്നതെന്നും ജോയും റോയുമാണ് ആക്രമണത്തിന് പിന്നിലെന്നും പോളി ആരോപിച്ചു. അടികൊണ്ടു വീണിരുന്ന റോയെ പിടികൂടി ബേസിലേക്ക് കൊണ്ടുപോകാൻ പോളി ഉത്തരവിട്ടു. പിന്നാലെ റോയെ പിടികൂടി അവർ ബേസിലേക്ക് മടങ്ങി. ഇതേസമയം താഴെ വീണിരുന്ന ജോ എഴുന്നേറ്റു. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രം ധരിച്ചിരുന്നതുകൊണ്ട് ജോയുടെ ശരീരത്തിൽ ബുള്ളറ്റ് തുളച്ചു കയറിയിരുന്നില്ല. ജോ പിന്നീട് ഡാനിയുമായി കൂടിച്ചേർന്നു. ഡാനിക്ക് ആ പരിസരമൊക്കെ നല്ല പരിചിതമായിരുന്നു. പോളിയുടെ ബേസ് എവിടെയാണെന്ന് മനസ്സിലാക്കി അവർ അങ്ങോട്ടേക്ക് വെച്ചുപിടിച്ചു. പോകുന്ന വഴിക്ക് ഒരു സഹായത്തിന് തന്റെ കൂട്ടുകാരൻ ജെയിംസിനെ ഡാനി വിളിച്ചു. ആയുധങ്ങളുമായി തയ്യാറായി നിന്ന ജെയിംസിനെ വഴിയിൽ നിന്ന് അവർ പിക്ക് ചെയ്യുകയും ചെയ്തു. അടുത്തുള്ളൊരു മൈനിനോട് ചേർന്നിട്ടായിരുന്നു പോളിയുടെ ബേസ് ഉണ്ടായിരുന്നത്. ബേസിലേക്ക് എത്തിച്ച റോയെ പോളി ഉപദ്രവിക്കാൻ ആരംഭിച്ചിരുന്നു. അവിടെ തന്നെയാണ് ജോയുടെ ഭാര്യയെയും മകളെയും ബന്ദികളാക്കി വെച്ചിട്ടുമുള്ളതും. ക്രൂരമായ ഉപദ്രവത്തിനു ശേഷം പോളി റോയ്ക്ക് മുമ്പിലേക്കൊരു ഡീൽ വെച്ചു. തന്റെ ഗ്യാങ്ങിലെ കരുത്തനായ ഒരു വ്യക്തിക്കെതിരെ റോയ് ഫൈറ്റ് ചെയ്യണം. റോയ് വിജയിച്ചാൽ ജോയുടെ കുടുംബത്തിലെ ഒരാളെ താൻ വിട്ടയക്കും. ഇല്ലെങ്കിൽ ജോയുടെ ഫാമിലിയെ മൊത്തമായി അങ്ങ് കൊന്നുതള്ളും. റോയ്ക്ക് അത് സ്വീകരിക്കാതെ വഴിയുണ്ടായിരുന്നില്ല. വൈകാതെ ഫൈറ്റ് ആരംഭിച്ചു. തന്റെ എതിരാളിക്കെതിരെ റോയ് ഏറ്റുമുട്ടി. പക്ഷേ പരിക്കേറ്റിരുന്ന റോയ്ക്ക് നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അവൻ തോൽവി സമ്മതിച്ചതേയില്ല. ഇതേസമയം മറുവശത്ത് റോയുടെ സഹോദരങ്ങൾ എത്തിച്ചേർന്നിരുന്നു. കാവൽക്കാരായ ഗാർഡുകളെ വകവരുത്തി അവർ മുമ്പോട്ടേക്ക് പ്രവേശിച്ചുകൊണ്ടേയിരുന്നു. മറുവശത്ത് ഫൈറ്റ് തുടരുകയാണ്. തോൽവി സമ്മതിക്കാതിരുന്ന റോയ് ഒരു ഘട്ടത്തിൽ തന്റെ പരമാവധി ശക്തി ഉപയോഗിച്ച് എതിരാളിക്കെതിരെ പോരാടി എതിരാളിയെ ലോക്കിൽപ്പെടുത്തി. ഈ സമയം അങ്ങോട്ടേക്ക് ജോയും ഡാനിയും കടന്നുകയറിയിരുന്നു. അവർ ആക്രമണം ആരംഭിച്ചു. അവർക്ക് സപ്പോർട്ട് കൊടുത്തിരുന്ന ജെയിംസ് പെട്ടെന്നായിരുന്നു പോളിയുടെ ആളാൽ ആക്രമിക്കപ്പെട്ടത്. അയാൾ ശക്തമായ ആക്രമണത്തിൽ പരിക്കേറ്റു വീണു. ഇതേസമയം കിട്ടിയ അവസരം മുതലെടുത്ത് റോയ് ജോയുടെ ഭാര്യയ്ക്കും മകൾക്കും അടുത്തെത്തി അവരെ മോചിപ്പിച്ചു. ഗാർഡുകളൊക്കെ ഇല്ലാതായതോടെ പോളി രക്ഷപ്പെടാൻ ശ്രമിക്കാൻ ആരംഭിച്ചു. പോളിയെ പിന്തുടർന്ന് ജോ പോളിയുടെ അടുത്തെത്തി. പോളിയെ വകവരുത്താൻ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ജോയുടെ തോക്കിൽ ഉണ്ടകളുണ്ടായിരുന്നില്ല. അതോടെ അവർ തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിക്കുകയാണ്. ജോ തന്നെയൊടുവിൽ മേൽക്കൈ നേടി.
ജോ പോളിയെ വകവരുത്താൻ ഒരുങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് 2 ഡിറ്റക്റ്റീവുകൾ വന്നെത്തി. യാഥാർത്ഥ്യത്തിൽ അവർ FBI ഏജന്റുകളായിരുന്നു. തുടർച്ചയായി നടക്കുന്ന അവിടുത്തെ പ്രശ്നങ്ങളെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്ന അവർ ആ ഒരു അവസരത്തിൽ എത്തിച്ചേർന്നതായിരുന്നു. അവർ പോളിയെ അറസ്റ്റ് ചെയ്തു. റോയിൽ നിന്നും മറ്റ് വിവരങ്ങളും അറിഞ്ഞു. ജോയുടെ ഫാമിലി സുരക്ഷിതമായിരുന്നു. അവരുടെ കുടുംബം വീണ്ടും ഒന്നുചേർന്നു. ആ ഏജന്റുമാർ ജോയ്ക്കും മറ്റും അടുത്തെത്തി വലിയൊരു ഗ്യാങ്ങിനെ കൊടുക്കാൻ സഹായിച്ചതിന് അവരോട് നന്ദി അറിയിച്ചു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം MMA ഫൈറ്റിംഗ് ഒക്കെ അവസാനിപ്പിച്ച് ചേട്ടൻ ജോയ്ക്കൊപ്പം ഫാം നോക്കി നടത്തി സന്തോഷത്തോടെ ജീവിക്കാൻ റോയ് തീരുമാനിച്ചിരുന്നു. അവരുടെ കുടുംബം സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.